ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വിളിച്ചതാണ് അവർ. നമ്മൾ വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പം അങ്ങനെ ഒരു കൂടുണ്ട് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് നമുക്കിന്ന് എടുക്കാനുള്ള കൂട്. ഇതിന് മുന്നേ അവർ എടുത്തിരുന്നു 2 കൊല്ലത്തിന് മുമ്പേ, പിന്നെ ഈച്ച എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. അത്യാവശ്യം നല്ല ഈച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കല്ലൊക്കെ മാറ്റി നമ്മൾ ചെറിയ പോക്കൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഗൈസ്, അത്യാവശ്യം ആരോ നല്ല പരിക്കെടുത്തൊരു കൂടാണ്. നമ്മുടെ കല്ല് മാറ്റിയപ്പോൾ തന്നെ നമുക്ക് ഒരു കുത്ത് കിട്ടി ഗൈസ്. അത്യാവശ്യം നല്ല കടച്ചിലുണ്ട്. എന്തായാലും നമുക്ക് ചെറുങ്ങനെ ഒരു പുക കൊടുത്ത് എടുത്ത് നോക്കാം. അത്യാവശ്യം തേനുള്ളൊരു കൂട് തന്നെയാണ് തോന്നുന്നത് നമുക്ക് കണ്ടിട്ട്. ഉള്ളിലേക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. നമ്മൾ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ തേൻ എന്താ കാട്ടുന്നത്, വിൽക്കുകയാണോ? നമ്മൾ തേന് വിൽക്കുന്നുണ്ടോ ചോദിച്ചാൽ വിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ വിൽക്കാനുള്ളതും ഇതൊന്നും ആയിട്ടില്ല. പിന്നെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ മരുന്നിനൊക്കെ ആവശ്യക്കാരുണ്ടാവുമല്ലോ, അങ്ങനത്തെവർക്കൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം. മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നമ്പർ ഞാൻ കൂട്ടുകാരുണ്ട്. ആർക്കെങ്കിലും തേനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. കാരണം നമ്മളിപ്പോൾ എപ്പോഴൊന്നും ഇത് എടുത്ത് നടക്കാറില്ല. നമ്മളിപ്പോൾ കുറച്ച് ഫ്രീ ആയത് കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ കുറച്ച് എന്താ പറയുക അതിനോട് ഇൻട്രസ്റ്റൊക്കെ തോന്നിയപ്പോൾ വെറുതെ നടക്കല്ല. ഇപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പോൾ അത്യാവശ്യം തേനിലെ കൂടാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. നല്ല കുത്തുണ്ട് കേട്ടോ. നമുക്ക് തുടങ്ങിയാലോ പരിപാടി. റാണിനെ ഒരുപാട് വട്ടം നോക്കിയിട്ട് കാണാൻ കഴിയുന്നില്ല. ഉള്ളിലെവിടെയാണ്. എന്നാലും റാണിനെ കിട്ടിയാൽ നമുക്ക് പെട്ടിയിലിട്ട് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ തേനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് റാണിനെ നോക്കിയിട്ട് വേണം പെട്ടി സെറ്റാവില്ലേന്ന് അറിയില്ല. എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം നല്ല പരിക്കെടുത്തിട്ടുണ്ട്. ആരൊക്കെ കോല കൊണ്ടൊക്കെ തേൻ എടുത്തിക്കണം, കുത്തിയിട്ട് നല്ല കുത്തുണ്ട്. അത്യാവശ്യം നല്ല തേനില്ല അടകളുമാണ്. നമ്മൾ പ്രതീക്ഷിച്ചാറ് തേനും കിട്ടി. അത്യാവശ്യം ഉള്ളിലേക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് തേൻ അട മൊത്തത്തിൽ മുറിക്കാനും കഴിയണില്ല. ഉള്ളിലായിട്ട് നല്ല ഉണ്ട്. പിന്നെ പതുക്കെ ഇങ്ങനെ എടുക്കാനുള്ള കഴിയുള്ളൂ. എന്താ വെച്ചാൽ ഈച്ച നല്ല പരിക്കാണ്. കണ്ടില്ല കേസ്, 2 കുത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈയൊക്കെ വീങ്ങി വരും. നമ്മൾ തേനൊക്കെ എടുത്തിട്ട് ഒരു പാത്രം തേൻ ഇപ്പം തന്നെ കിട്ടി. നമ്മളെ കുട്ടികളും മക്കളും നമ്മളെ ഫ്രെയിമുമ്മ കെട്ടിയിട്ട് പെട്ടിയിൽ വെക്കും. റാണിനെ പിടിച്ചിടും. കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തതാണ്. അപ്പം പിന്നെ കാണുന്നവർക്കും ഒരു ബോറടിക്ക് വരും. അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്തത്. ഗൈസ്, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫുള്ള് തേനാണ്. നമ്മൾ ഈ വാഴൻ്റെ ഇലയിൽ വെച്ചിരിക്കുന്ന തേനാണ്, പാത്രത്തിൽ കറക്കുന്ന തേനാണ്. കുറഞ്ഞ കുട്ടികളും മക്കളുള്ള നമുക്ക് കിട്ടിയിട്ട് കെട്ടി വെക്കാൻ ആടമ്മേ. നല്ല പരിക്കാട്ട ഈച്ച. ആരൊക്കെ വന്നിട്ട് നല്ലോണം പരിക്കെടുത്തിങ്ങനെ കൂടുതൽ. പിന്നെ എൻ്റെ ചാനലൊക്കെ സബ് ചെയ്തിട്ടോളി. അതുപോലത്തെ പിള്ളേർ ചില വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.